യെസ്, അതോടൊപ്പം തന്നെ ഒരു ഗുരുതരമായ ഒരു പ്രശ്നം മറുവശത്തുണ്ട്. പക്ഷേ ആ തരത്തിലേക്ക് അന്വേഷണം പോകാതെയാണ് ഇതിന്റെ സോഴ്സ് എവിടെ നിന്ന് ഈ വിവരം ലഭിച്ചു എന്നതിലേക്ക് അന്വേഷണം നടക്കുന്നത്. ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെയാണോ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് കള്ളൻ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചിട്ടും വീട്ടുകാരനെ കള്ളനെ കുറിച്ച് പരാതിയില്ല. അത് കണ്ടിട്ട് കള്ളൻ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ വിളിച്ചു പറഞ്ഞ ആൾക്കെതിരെയാണ് ഇപ്പോൾ നിങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. PSC ഇത് നേരെയും മുൻപും എനിക്കെതിരെ PSCയുടെ വാർത്തകൾ, PSC ആവശ്യപ്പെടുന്നത് PSCയുടെ PR എന്ന വാർത്തകൾ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതിനപ്പുറം വാർത്തകൾ കൊടുക്കണ്ടായിരുന്നു. അതിനപ്പുറം വാർത്തകൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സ്ഥാപനത്തിനെതിരെയും ലേഖകനെതിരെയും ഈ പറയുന്ന നിയമ നടപടികൾ അവര് മുന്നോട്ട് പോകുന്നു. ഇവിടെ നിയമ നടപടികളുടെ പ്രശ്നമല്ല, ഇവിടെ വ്യാജ വാർത്ത തയ്യാറാക്കുന്നതിനൊന്നുമല്ല അവർക്ക് പ്രശ്നം. അവരുടെ ഒരു രഹസ്യരേഖ അതെന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്? ആദ്യം ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തപ്പോൾ PSC ഔദ്യോഗികമായിട്ട് അത് വ്യാജ വാർത്തയാണെന്ന് പറയുകയും എന്റെ മാധ്യമത്തെ ആ വാർത്ത എഴുതിയ എന്നെയും സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടുകയായിരുന്നു. എന്നിട്ട് ആ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് എല്ലാ സ്ഥാപനങ്ങളിലേക്കും അയച്ചു കൊടുക്കുകയും പാർട്ടി പത്രം മാധ്യമം വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈലൈനോടുകൂടി മറ്റൊരു സ്റ്റോറി അടിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് PSC പത്രക്കുറിപ്പ് വെച്ചിട്ട് മാധ്യമം പത്രത്തെയും അതെഴുതിയ ലേഖകൻ എന്നുള്ള നിലയിൽ എന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലായിരുന്നു. ക്രൈംബ്രാഞ്ച് PSCയുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് ചോദിച്ചത്. ക്രൈംബ്രാഞ്ചിന്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇത്രയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരു രഹസ്യരേഖ നിങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി അല്ലേ ബാധിക്കുന്നതെന്നായിരുന്നു എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം. ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇതേ ക്രെഡിബിലിറ്റി എന്തുകൊണ്ട് മാധ്യമത്തിനും ആ വാർത്ത എഴുതിയ എനിക്കും ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതിനവർ തിരിച്ചു പറഞ്ഞില്ല. അവർക്ക് അറിയാം. അപ്പോൾ അവർ പറഞ്ഞത് അതിൽ വാർത്തയെ സംബന്ധിച്ചിട്ടല്ല, ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ രേഖ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, ആ രേഖ നൽകിയ ആളുടെ ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ, അംഗമാണെങ്കിൽ അങ്ങനെ, ഞങ്ങൾക്ക് ആരാണ്, അല്ലെങ്കിൽ സംഘടനാ നേതാവാണെങ്കിൽ അങ്ങനെ, ആരാണ് നിങ്ങൾക്ക് തന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു. യെസ്, താങ്കൾക്ക് മാനസികമായ ബുദ്ധിമുട്ട്, സമ്മർദ്ദമൊക്കെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഇല്ല, അവരൊരു അങ്ങനെ ഒരു വലിയ ഒരു ഭീഷണി സ്വരത്തിലല്ല, വളരെ ഇതിലായിരുന്നു. പക്ഷെ അവർക്ക് അറിയേണ്ടത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്റെ ഒഫീഷ്യൽ മെയിൽ ID വേണം, എന്റെ മൊബൈൽ നമ്പർ വേണം. അതിന് പുറമെയാണ് എന്റെ സ്ഥാപനത്തോട് ഇമേജ് എങ്ങനെ കിട്ടി എന്നുള്ളത് ചീഫ് എഡിറ്ററോട് അവരാവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇതൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് എന്റെ ഫോണിന്റെ EMI നമ്പർ വരെ അവരെടുത്ത് ആ നോട്ടീസിൽ തന്നിരിക്കുന്ന എന്റെ ഫോണിന്റെ EMI നമ്പർ, എനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത എന്റെ EMI നമ്പറാണ് അവർ ആ ഫോണിൽ അതിൽ ഹാജരാക്കിയിട്ട് ഈ പറയുന്ന EMI നമ്പറുള്ള മൊബൈൽ ഫോൺ നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യെസ്, എന്തായാലും അതിനെതിരെ നിയമപരമായി തന്നെ പോരാടാനാണ് താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഫോൺ ടാപ്പിംഗ് അടക്കം, ഫോൺ ചോർത്തലടക്കം എല്ലാം അവരെ കയ്യിൽ വശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. യെസ്, അതാണ്. താങ്ക് യു.